ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസം എൻ്റെ പരിപാടീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടാലോ. അതായത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോൾ എഴുന്നേക്കും. എന്നും ഈ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു ശീലം അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. കാരണം എത്ര ലേറ്റായിട്ട് എണീക്കണമെന്ന് വിചാരിച്ചാലും 7:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും. അതൊന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് ഉമ്മച്ചിയായിട്ട് ആ സിറ്റ് ഔട്ട് ഇരുന്ന് കുറച്ച് സംസാരവും അന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ ഇവിടെ ചെടി നനയ്ക്കുന്നുണ്ട്. ചെടി നനയ്ക്കുന്നത് ഞാനല്ല, ഞാൻ ഈ വക കാര്യങ്ങൾ ഇടപെടാറേയില്ല. പിന്നെ എനിക്കൊരു പ്രിൻ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് വർക്കിന് ടോപ്പർ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് വർക്ക് ഞാനിവിടെ കൊടുത്തേക്കാട്ടോ. ഒരു ആൽമണ്ട് ഹണി കേക്ക് ആയിരുന്നു. ഞാൻ ഷോർട്സിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ അത് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിട്ട് അടുക്കളയിലോട്ട് പോയി. പിന്നെ അടുക്കളയിലോട്ട് പോയപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വഴട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ കറിക്കുള്ളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ബെഡ്റൂമൊക്കെ ഒന്ന് ഞാൻ സെറ്റായതു. പിന്നെ ഒന്ന് തൂത്തു ഒന്ന് ആ ഹോളൊക്കെ ഒന്ന് ഞാൻ ഇരിക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് പിന്നെ ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും പുട്ടും പിന്നെ മുട്ടക്കറി, മുട്ട ഇങ്ങനെ കിഴങ്ങൊക്കെ ഇട്ടൊരു തീയൽ പോലെ. പിന്നെ ഇതെന്ന് പറയുന്നത് രാവിലെ കോട്ടുവ ഇടാൻ തുടങ്ങി. ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അതിന്. കാരണം പഠിക്കാൻ പോവാണ്. ഫ്രണ്ടിൽ പുസ്തകം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കോട്ടു അവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്, പഠിക്കണം, ഇങ്ങനെ ഇരുന്നാൽ പോരാ. അങ്ങനെ പഠിക്കാതിരുന്നതിന് ശേഷം ഒരു മൂന്നാമത്തെ കോട്ടോയും കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂർ എന്തായാലും ഞാൻ തികച്ച് പഠിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം വൈകിട്ട് കുറേ വേറെ പരിപാടികളുണ്ട്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. ഇതൊന്നും അല്ല, ഞാൻ വീഡിയോസിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇങ്ങനൊന്നും അല്ല, ഞാൻ ഫുൾ അനങ്ങിയിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നത്. കാരണം ആ ഒരു എൻജോയ് ചെയ്ത് നമ്മൾ പഠിക്കണം. ഇതിപ്പോൾ പഠിക്കുവാണോ കഴിക്കുവാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഗൈസ് പഠിക്കുവല്ല, കഴിക്കുക കേട്ടോ. അതാരോടും പറയണ്ട. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഉച്ചയായി. ഞാൻ പറഞ്ഞില്ല 2 മണിക്കൂർ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 1:30 ആയപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നതും. രാവിലത്തെ അതേ മുട്ടക്കറിയും പിന്നെ കുറച്ച് തലേന്നത്തെ മോര് കറി, അച്ചാറ്, പിന്നെന്തായിരുന്നു പാവയ്ക്കാത്തോരൻ, ഇതൊക്കെ കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്ക് ടു പഠിത്തം അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു ഉച്ചയ്ക്ക്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്നതിനെക്കാട്ടും എനിക്ക് ആ ഒരു ബബിൾ റാപ്പ് പൊട്ടിക്കാനായിട്ടോ അത് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കൂടുതലും. അങ്ങനെ അത് പൊട്ടിച്ച് പ്രൊഡക്റ്റൊക്കെ എന്താണ് ഓക്കെ ആണോ എല്ലാം വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കി മാറ്റി വെച്ചിട്ട് പിന്നെ അത് പൊട്ടിക്കലായിരിക്കും എൻ്റെ പരിപാടി. നല്ല രസമല്ലേ ഇങ്ങനെ ഇത് പൊട്ടിക്കാൻ. പിന്നെ ഞാൻ Q&A ചെയ്യണം വിചാരിച്ചിട്ട് കുറേ നാളായി. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കമൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് സ്ക്രീൻഷോട്ടും കുറച്ച് ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്ളോഗിന് ശേഷം നെക്സ്റ്റ് ഇൻഷാല്ലാ എൻ്റെ ഒരു Q&A വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ ഇന്ന് കുറേ പരിപാടികളുണ്ട്. ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ, നിക്കാഹ്, അങ്ങനെ 2 എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഹാമ്പർ വർക്ക് ചെയ്യാനുണ്ട്. ഇനിയപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ കമോൺ ഗൈസ്, ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ സെറ്റിയുടെ ഇവിടെ താഴെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് നേരെ TV ഓൺ ചെയ്യുക, പണി നടക്കുക. കാരണം എനിക്ക് TVയും ഇതും കൂടി ബോറടിക്കരുതല്ലോ. അപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടൂൾ ബോക്സ്. വലിയ ഭംഗിയൊന്നുമില്ല എങ്കിലും ഇതിലെല്ലാം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് TV ഇടണം ഫസ്റ്റ്. എന്നിട്ട് നല്ലൊരു ചാനൽ, ഒരു മൂവി ചാനൽ വെച്ചിട്ട് കണ്ടിന്യൂസ് വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് പണി തുടങ്ങണം. വയലാർ എഴുതുമോ ഇതുപോലെ? ആ മൂഡ് അങ്ങ് പോയി. ഈ തമിഴ് പാട്ട്, ഹിന്ദി പാട്ടൊക്കെ നമ്മൾ ഈ മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ, പോയി ആ പാട്ട് പോയി, കുളമായി. ആകെ കൂടെ ചെയ്യുന്നൊരു പണിയായിരിക്കും ഈ ഹാമ്പർ സെറ്റൊക്കെ ചെയ്യുന്നത്. അതിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉള്ള മൂടും കൂടി പോയി. പിന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു ഈ പഴംപൊരി ഇങ്ങനെ പൊരിക്കുന്നതിൻ്റെ. പിന്നെ നേരെ അടുക്കളയിൽ ചെന്ന് ഇത് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ച് TVയും കണ്ടുകൊണ്ടിരുന്നൊരു കഴിപ്പായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ആ കഴിപ്പ് കണ്ടു, എലി കഴിക്കുന്ന പോലെയൊക്കെ ഞാൻ കഴിക്കുന്നത്.
കുഴപ്പമില്ല. അപ്പോൾ ബാക്കി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഹാമ്പറൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി ഒട്ടിച്ച് പറക്കി വെക്കണം. അതിനുശേഷം ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു 4 മണി 4:30 ആയപ്പോഴാണ് ഒരു കേക്കൊക്കെ ഡെലിവറി രാവിലെ ചെയ്തില്ലേ, ആ കേക്കും അതൊക്കെ ഒന്ന് ഡെലിവറി ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ഈ ഹാമ്പറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് കുറേ, നമുക്കതിന് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. ടൗണിൽ പോയപ്പോൾ കുറേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ വിട്ടുപോയി, മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പിരികെ ഒന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. സാധാരണ ഞങ്ങൾ ടൗണിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്, ഒന്നും കഴിച്ചില്ല. നേരെ ദൂരെ ചൂടായിരുന്നു, നല്ല ചൂടാണ് ഗൈസ്. ഇപ്പോൾ പുനലൂർ എന്നൊക്കെ പറഞ്ഞാൽ കത്തി നിൽക്കുക. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പണി തുടങ്ങി. ഇങ്ങനെ ഓരോ ബോക്സും ചെയ്ത് മാറ്റുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയോ, പണി തീരുന്നു എന്നെൻ്റെ ഒരു ആവേശം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാമ്പർ ചെയ്യാനുള്ളവരുടെ ഒരു എൻഗേജ്മെൻറ്റ് ആ ഡ്രസ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇത്തിരി ഹെവി ആയിട്ടുള്ള ലെഹങ്കയായിരുന്നു കേട്ടോ. തലേന്ന് നമുക്കിതിങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെ എന്തായാലും ഫൈനലി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്താ എളുപ്പം. പക്ഷേ ഇത് ചെയ്യാൻ പെടുന്ന പാടുണ്ടല്ലോ. നമ്മൾ നോക്കുമ്പം 2-3 പൂ വെക്കുന്നു, പെട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വിടുന്നു. പക്ഷേ ഇത് ചെയ്യാൻ പെടുന്ന പാട് നല്ല, എൻ്റെ നട്ടലിൽ ആ നട്ട് പോയിട്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നത്. എങ്കിലും എനിക്ക് ഈ ഒരു പരിപാടിയോട്, ഈ പരിപാടിയല്ല, ആ മുന്നേ കണ്ട ഹാമ്പർ പരിപാടിയോട് വല്ലാത്തൊരു ഇഷ്ടമാട്ടോ. ഞാൻ ഇനി എത്ര തന്നാലും ഞാനത് ചെയ്യും. എനിക്കെന്തോ കുറച്ച് ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ടായിരിക്കും, ഭയങ്കര ഡെഡിക്കേഷനോട് ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ ഒരു മന്തിയൊക്കെ കുറച്ച് നേരം കഴിച്ചിട്ട് വീണ്ടും പരിപാടിയിലോട്ട് കടന്നു. അതായത് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ബാക്കി ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ചെയ്ത് വെച്ചാൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വാടിപ്പോവും. കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചോക്ലേറ്റ്സ് 2 പേരുടെയും, ഒന്ന് ഫുൾ കിറ്റ്കാറ്റും ഒരെണ്ണം ഫുൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും ആട്ടോ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് രാവിലെ ആട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലത്തെ ഞാൻ എന്തായാലും ഈ ഒരു ഹാമ്പർ സെറ്റ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കിറ്റ്കാറ്റൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഒരു ബൊക്കെ ചെയ്യാനുള്ളത് അതും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ തന്ന ലെഹങ്കയൊക്കെ ആണെങ്കിൽ ആ ഹാമ്പറിലോട്ടൊക്കെ ആക്കി രാവിലെ ആയപ്പോൾ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തു, നെറ്റൊക്കെ ഒട്ടിച്ചു. എന്തായാലും ഇങ്ങനെ ഒരു ഫൈനൽ ലുക്ക് ഞാനിരുന്ന് രാവിലെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ ഒരു ഫൈനൽ ലുക്ക് ഇത്ര കഷ്ടപ്പെട്ടാലും ഇങ്ങനൊരു ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതെനിക്കൊരു സന്തോഷമായിരിക്കും, വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഒരു ഡേയിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഒരു ദിവസം തികയാത്തത് കൊണ്ട് തന്നെ ഞാൻ പിറ്റേ ഒരു ദിവസത്തിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. പകുതി എല്ലാവരും രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.